അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു 9 ഔഷധക്കൂട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഇരട്ടിമധുരം, ബബൂല്, ചുക്ക്, ടോമാർസീഡ്, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പു, ക്യാംഫർ, പുതിനയില, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ ഒക്കെയും അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പല്ല് തേക്കുമ്പോൾ എന്ത് വെച്ചിട്ട് തേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കടുതിക്ത കഷായകം വെച്ചിട്ടാണ്, അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ്, ട്വിഗ് അതായത് മരക്കഷ്ണം വെച്ചിട്ട് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എരിവുള്ളത് വെച്ച് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എരിവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എപ്പോഴും വളരുന്നത് എപ്പോഴാണ്? മധുരത്തിലാണ്. ആ ഒരു മധുരമുള്ള ആ ഒരു കാലാവസ്ഥയിലാണ് അത് കൂടുതലായിട്ടും അത് വളരുന്നത്. അതിനെതിരെയായിട്ടുള്ളതാണ് കടു, എരിവ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ചുക്ക്, തിപ്പലി, കുരുമുളക് ഒക്കെയും ചേർത്തിട്ടുള്ളത്. ബബൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഓരോ പല്ലിന്റെയും മോണയുടെയും ഒക്കെ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബബൂൽ. പുതിനയില ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇരട്ടി മധുരവും അതേപോലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ്. അതേപോലെ കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടി സൂത്തനിങ് ആയിട്ടുള്ളത് ആണ്. തൊണ്ടയുടെ കർമ്മമൊക്കെ നല്ല വോയിസ് ഒക്കെ സ്വരീയമായിട്ടുള്ളതാണ്. നല്ല വോയിസ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ്. ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നോക്കാനുള്ളതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടേ അറിയാം അല്ലെ, ഗ്രാമ്പൂ